എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ് ടർബോ. ടർബോ ഒന്നുകൂടി ഞാൻ പറയും, പിന്നെ ഞാൻ വീണ്ടും പറയും. അതുകൊണ്ട് ആള് അത് കൺട്രോൾ ചെയ്തു. എത്ര മിനിറ്റ് വീഡിയോ ടർബോയിലായിരിക്കും. ഇത് ടർബോ തന്നെയാണ്. ടർബോന്റെ കഴിയാണ് അവിടെ എറിഞ്ഞിടും. പക്ഷെ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ധാരണ എനിക്കില്ല. നന്നായി. എന്താണെങ്കിലും എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെ ഇന്ന്, അതായത് മെയ് 12 ഇന്നാണ് സിനിമയുടെ ട്രെയിലർ ഔട്ട് ആവാൻ പോകുന്നത്. ഇന്ന് 9 മണിക്ക്. യെസ്, 9 മണിക്ക്. 7 മണിക്ക് ദുബായിൽ സ്റ്റാർട്ട് ചെയ്യും, അതായത് ലോഞ്ച്. യെസ് അളിയാ, ചോദിക്കും. ഞാൻ കാണുന്ന ഒരു കാഴ്ച ഉണ്ട് ഇപ്പോൾ. കണ്ണടച്ചാൽ കാണുന്ന കാഴ്ചയാണ്. കണ്ണടച്ചാൽ കാണാൻ തീരും അതല്ലേ? അല്ല, ഞാൻ പറഞ്ഞുതരാം, വിശദീകരിച്ചു തരാം. അതായത് മമ്മൂക്കയുടെ ഈ ടർബോയിലെ ലുക്കില്ലേ, ആ ലുക്കിൽ ഒരാൾ നടന്നു വരുന്നു. യെസ്, ബാക്കിൽ ഒരു വലിയ ബിൽഡിങ്. ഓക്കെ, ആളൊരു മാസ്, ഒരു പ്രത്യേക ആറ്റിറ്റ്യൂഡിലാണ് വരുന്നത്. നടന്നു വരുന്നു, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് തിരിഞ്ഞു നോക്കുന്നു, വീണ്ടും ഫ്രണ്ടിലേക്ക് തന്നെ വ്യൂ ഇടുന്നു, നടന്നു പോകുന്നു. ആ സമയത്ത് ആ ബാക്കിലുള്ള ബിൽഡിംഗ് ഉണ്ടല്ലോ, ബ്ലാസ്റ്റ് വന്നു. പൊളിയുന്നുള്ള കാര്യം എനിക്ക് അപ്പോഴേ തുടങ്ങിയില്ലേ, അപ്പോഴേ എനിക്കറിയാം അത് പൊളിയുന്നുള്ള കാര്യം. അപ്പൊ അതുപോലെ ഇന്ന് സോഷ്യൽ മീഡിയക്ക് ആള് ഒരു ചെറിയ തീടും, വലിയ കാട്ടുതീയായി പടരും, ആളി കത്തും. ഇന്ന് എനിക്ക് തോന്നുന്നു എല്ലാരും, അതായത് മമ്മൂട്ടി ഫാൻസ് എന്നല്ല, എല്ലാം സിനിമ പ്രേക്ഷകരെല്ലാരും കട്ടയ്ക്ക് വെയിറ്റ് ചെയ്തിരിക്കും ആ ട്രെയിലറിന് വേണ്ടിയിട്ട്. കാരണം ഇതൊരു ഹൈപ്പുള്ള സിനിമയാണ്. അത് അവിടെ ഇരിക്കട്ടെ. എന്നാൽ കേട്ടറിഞ്ഞത് പറയാം. കണ്ടറിഞ്ഞിട്ടില്ല, കൊണ്ടറിയാനുള്ളതാണ്. അതിനു മുൻപ് കേട്ടറിഞ്ഞത് പറയാം. ഗംഭീര സാധനമാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. അതായത് ഭീഷ്മപർവ്വതത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഒരാറ്റം ബോംബ് ഇട്ട ഒരു രക്ഷ ഉണ്ടാവും. സാധനമായിരിക്കും. ഇതൊക്കെ അറിവുകളാണ്. അതെ, അറിവുകളല്ല ഇതൊക്കെ അറിവ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണോ? കേട്ടറിവാണ്. അതല്ലേ പറഞ്ഞത്. രണ്ടാമത് പറയുന്ന കൂടെ ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നീ ഒരുപാട് ശ്രദ്ധിക്ക്, അമ്പാനെ ഇതൊക്കെ ശ്രദ്ധിക്കണ്ട. ഓക്കെ, എന്തായാലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് അതായത് നമ്മളിപ്പോൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ, ഒരു ഹൈപ്പുള്ള സിനിമയാണ്. എന്നാൽ ചെറിയ ഹൈപ്പൊന്നല്ല ഈ സിനിമക്ക് ഇപ്പോൾ ആയിട്ടുള്ളത്. ഹൈപ്പ് അങ്ങ് കയറിയിട്ട് നമ്മുടെ കൽക്കി ഉണ്ടല്ലോ, അതായത് ഇന്ത്യയിൽ വരുന്ന ഏറ്റവും വലിയ സിനിമ എന്നുള്ള രീതിയിൽ വരുന്ന ഒരു സിനിമയാണ്. ആ കൽക്കിയുടെ IMDb റേറ്റിംഗ്സിൻ്റെ മുകളിലേക്ക് ഇനി വെറും പോയിന്റുകൾ മാത്രം. 2 ദിവസം അല്ല, ഇന്ന് ട്രെയിലർ വരൂലേ, നാളെ ഇതിന്റെ മുകളിൽ കയറിയിരിക്കും. ഇത് ഒന്നും വരാതെയാണ്. ഏത് ടർബോയ്ക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത് വെറും പോസ്റ്റേഴ്സ് മാത്രം. അത് വെച്ചിട്ടാണ് ഇപ്പോൾ IMDb റേറ്റിംഗ്സിൽ 2ാം സ്ഥാനം നിൽക്കുന്നത്. അതും ചെറിയ വ്യത്യാസത്തിലാണ്. കൽക്കി 30.9%. ഇത് ഇന്നലത്തെ കണക്കാണ്. ഇപ്പം മേ ബി ആൾറെഡി കയറിയിട്ടുണ്ടാവും. 2ാം സ്ഥാനത്ത് ടർബോ 30.3%. വെറും 6% മാറ്റം ഉറപ്പായിട്ടും പിന്നിട്ടുണ്ടാവാം. തീർച്ചയായിട്ടും. അത് ഇനി അഥവാ പിന്നിട്ടിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രിയോട് കൂടിയിട്ട് അത് പിന്നിടും. അതായത് 1ാം സ്ഥാനത്ത് ടർബോ വരും. അതാണ്. അതും ഭയങ്കര, അതായത് പോയിന്റിൽ ഒരുപാട് മുന്നോട്ട് പോയി നല്ലൊരു ഡിഫറൻസ് വരും ശതമാനത്തിൽ. പിന്നെ അതിലേക്ക് എത്തണമെങ്കിൽ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോൾ കൽക്കി വീണ്ടും മുന്നിലേക്ക് തന്നെ. അതായത് നമ്മുടെ ടർബോ ജോസ് ഗ്രൗണ്ടിൽ ഇറങ്ങി കളിച്ച് കളം വിടണം. അപ്പോഴേ ഇനി കൽക്കിക്ക് റോളുള്ളൂ. തീർച്ചയായിട്ടും. ഓക്കെ, എന്താണെങ്കിലും തകർത്ത്. യെസ്, അപ്പോൾ ഇന്ന് 9 മണിക്ക് ട്രെയിലർ ലോഞ്ചാണ്. ട്രെയിലർ പുറത്ത് വരും. അതിന് നമ്മളെ ക്ഷണിച്ചുകൊണ്ട് നമ്മുടെ മമ്മൂക്ക നേരിട്ടെത്തിയിട്ടുണ്ട്. വീഡിയോ കാണാം. ടർബോ ഗ്ലോബൽ ട്രെയിലർ ലോഞ്ച് ദുബായ് സിലിക്കോൺ സെൻട്രൽ മോൾ മെയ് 12 വൈകുന്നേരം 7 മണി ദുബായ് സമയം, അതായത് നാളെ. അവിടെ ഓക്കെ, ഇല്ല അളിയാ, സമയമില്ല. അവിടെ കാണാന്നേ പറഞ്ഞിട്ടുള്ളൂ. കാണാന്ന് പറഞ്ഞിട്ടുള്ളൂ, വരാൻ പറഞ്ഞിട്ടില്ല. അപ്പം എന്തായാലും അളിയാ കാണാം. നമുക്ക് ഇവിടെ ഇരുന്ന് കാണാം. ഇവിടെ ഇരുന്ന് കണ്ടാ പോരെ നമുക്ക്. പക്ഷെ എന്നാലും മമ്മൂക്ക ഏത് കോസ്റ്റ്യൂമിലായിരിക്കും? അതൊക്കെ പോട്ടെ, എന്താ വിളിക്കാറുണ്ട്? നമ്മളെന്തുകൊണ്ട് വിളിച്ചില്ല? എന്നെ നായിക വിളിച്ചിട്ടുണ്ട്. ആണോ? തീർച്ചയായിട്ടും ഇവനെ നായിക വിളിച്ചിട്ടുണ്ട്. നോക്കട്ടെ.
നമ്മുടെ സ്വന്തം മമ്മൂക്ക നായകനായി മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ എഴുതി വൈശാഖ് സർ സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി കമ്പനിയുടെ 5ാമത്തെ ചിത്രം ടർബോ. സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ദുബായിലെ സിലിക്കോൺ സെൻട്രൽ മാളിൽ നാളെ മെയ് 12 ഞായറാഴ്ച 7 മണിക്ക് നടക്കുകയാണ്. അവിടെ മമ്മൂക്കയുടെ കൂടെ ഞങ്ങളും കാണും. നിങ്ങൾ തീർച്ചയായിട്ടും വരണം. ബഹുമാനം നിന്നോട്. അതങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള ഇരുപ്രാവശ്യം വെച്ചിട്ട് നിങ്ങള് നിന്നെ അങ്ങനെയൊന്നും വിളിക്കൂല. നിങ്ങൾ റെസ്പെക്ട്. സ്പെഷ്യലായിട്ടൊരു വീഡിയോ വരെ നിനക്ക് വേണ്ടിയിട്ട്. പിന്നല്ലാണ് ഞാൻ പിന്നെ പാവല്ലേ വീഡിയോ റീച്ച് കിട്ടിക്കോട്ടെ എന്ന് എഴുതിയിട്ട് വീഡിയോ ചെയ്തപ്പം കൊടുത്തതാ ഇട്ടോന്ന് പറഞ്ഞിട്ട്. നിങ്ങള് നോക്കേ തീരെ പറ്റിയില്ലാന്ന് നിങ്ങള് വിളി. അല്ല ഇപ്പൊ ഞാൻ നിന്നെ പലതാണ് ഇപ്പൊ ഞാൻ നിന്നെ വിളിച്ചത്. അതിന് വലിയ പ്രശ്നമാകുമോ? കൊച്ചു കേക്കണ്ട കേട്ടോ, കേട്ടാ വിവരം അറിയും. എന്തായാലും മിഥുൻ മാനുവൽ എന്നെ വിളിച്ചിട്ടുണ്ട്. വിളിച്ചിട്ടുണ്ടോ? നമസ്കാരം എല്ലാവർക്കും. എന്നെ മാത്രം വിളിച്ചാൽ മതി. ഓ അതാണ് ഞങ്ങളെ പേടി. ദുബായിലെ സിലിക്കോൺ സെൻട്രൽ മാളിൽ വെച്ച് നടത്തുകയാണ്. പ്രസ്തുത ട്രെയിലർ ലോഞ്ചിൽ എല്ലാവരും ഒരുപാട് സ്നേഹത്തോടെ എല്ലാരും വിളിച്ചിട്ടുണ്ട്. എന്നെ വിളിച്ചിട്ടുണ്ട്. ഇത് നോട്ടീസ് ഇട്ട് പോയപ്പോ ഓടിയെടുക്കണ ആരോ ഓർക്ക് അവര് വന്നാ മതി. എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു നോട്ടീസ്. ഇതിപ്പോ ഞങ്ങൾ അവിടെ വരും, എന്നിട്ടോ കല്യാണക്കുറി കാണിക്കുക. നമ്മളിത് കാണിച്ചു കൊടുക്കും. ഈ വീഡിയോ ഇതാണ്ടോ, ഇതിൽ ഞാനുണ്ട് എന്താ അന്ന് ഇറങ്ങിക്കോ അറിയില്ലേ. അതാണ് പ്രശ്നം, അതുകൊണ്ട് വരുന്നില്ല. എന്താണെങ്കിലും ഇന്ന് വൈകുന്നേരം ദുബായ് നിന്ന് കത്തും. കാരണം ഉറപ്പാണ്, നമ്മള് ഭ്രമയുഗം ലോഞ്ചിന്റെ സമയത്ത് ആ ഒരു ടൈമിൽ ഞാൻ അതാണ് എന്റെ മനസ്സിലോട്ട് പെട്ടെന്ന് പറഞ്ഞത്. കാരണം മമ്മൂക്ക വരുന്ന ആ ഒരു സീനുണ്ട്. ഇനി അത് ചോദ്യം തന്നെയാണ്. ഇന്ന് മമ്മൂക്ക എങ്ങനെയായിരിക്കും ലുക്ക്? അതെ, എല്ലാവരുടെ മനസ്സിലുണ്ടാവില്ലേ ഏത് ലുക്കിലായിരിക്കും ആള് വരുന്നത്. അത് സത്യം. വെയിറ്റ് ചെയ്യണം കേട്ടോ, അത് ഏത് ലുക്കായിരിക്കും അറിയാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇപ്പോൾ 2 വീഡിയോ നമ്മൾ ആദ്യം കാണിച്ച ആ 2 വീഡിയോ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് പറയണം. അതായത് നായികയും നായകനും ഇവർ രണ്ടുപേരും ഒരേ ലൊക്കേഷനിലാണ് നിൽക്കുന്നത്. ടർബോ എന്നുള്ളത് ബാക്കിൽ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ആവുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? കറണ്ട് ഉള്ളതുകൊണ്ട് അതല്ല, അതായത് അതൊരു പ്രത്യേക സെറ്റപ്പാണെന്നുള്ളതാണ് തോന്നുന്നത്. ഈ ഒരു രീതിയിൽ ഇങ്ങനൊരു വീഡിയോ ഈ സൈസ് നമ്മുടെ നമുക്ക് എടുക്കാറില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു ഐറ്റം? വെറൈറ്റി അല്ലേ, അപ്പൊ പിന്നെ ആ ഒരു സാധനം തന്നെ ആയിരിക്കും. അല്ല, ഇങ്ങനൊരു സെറ്റ് ഒരുക്കുമോ? എന്തായാലും ഗ്രീൻ അല്ലല്ലോ, ഗ്രീൻ സ്ക്രീൻ ഇട്ട് കട്ട് ചെയ്തല്ലോ, അത് ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് അല്ലേ? അപ്പോൾ അത് എന്തുകൊണ്ട് വരട്ടെ. എന്താണെങ്കിലും വെയിറ്റിംഗ് ആണ്. 9 മണിക്ക് കാത്തിരിക്കാം. ഒരു അടാർ ഐറ്റം ലോഡിംഗ് ആണ്. ഓക്കെ, പൊളിക്കാം. നീ പോകുന്നുണ്ടോ? പിന്നെ പെണ്ണ് വിളിച്ച സ്ഥിതിക്ക് പോകാണ്ടിരിക്കാൻ പറ്റുമോ? എന്തായാലും കല്യാണക്കുറി ചോദിക്കും. ഇതും കൊണ്ട് പോയാൽ അവർ വിശ്വസിക്കും. എനിക്ക് പേഴ്സണൽ അയച്ചതുണ്ടല്ലോ, ഞാനത് കാണിച്ചു കൊടുത്തു. അതന്നെ, അത് മലയാളത്തിലല്ലേ? അറബികൾക്കൊന്നും അറിഞ്ഞൂടെ? എനിക്ക് അറബി അറിയാം. പോടാ എന്നറിയാം. അതല്ലേ ദിലീപ് പണ്ട് നമ്മളെ പഠിപ്പിച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് വായിലിട്ട് പോകണം, നല്ല ചൂടുള്ള ഉരുളക്കിഴങ്ങ് അങ്ങ് പറഞ്ഞോളാം. അപ്പൊ എന്തായാലും പോവാണ്, കിഴങ്ങൊക്കെ വേവിക്കട്ടെ. ഞാൻ പോടാണെന്ന് ഞാനല്ല തന്നെ കിഴങ്ങ് അതോ മനസ്സിലായിട്ടുണ്ടോ? അല്ലല്ല